السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ذي الجلال والإكرام، والصلاة والسلام على أشرف الأنام سيدنا وحبيبنا محمد وعلى آله وصحبه وتابعيه الفخام. ربي يسر ولا تعسر، رب زدنا علما وحلما وعقلا وفهما വാദവൻ കാമിലൻ റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. ബഹുമാനാദരവുകളേറെയുള്ള ഈ മഹത്തരമായ മജ്ലിസിൻ്റെ അധ്യക്ഷതയരുളുന്ന ആദരണീയരായ നൗഫൽ ബാഖവി ഉസ്താദ് അവറുകൾ, മേഖലാ പ്രസിഡന്റ്, ഇവിടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ആദരണീയരായ ഗുരുനാഥർ അബ്ദുസ്സലാം ബാഖവി ഉസ്താദ് അവറുകൾ, ഇവിടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകളെ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ പ്രിയങ്കരനായ സുഹൃത്ത് ജഅഫർ ഉസ്താദ് അവറുകൾ, സ്വാഗതം ആശംസിച്ച മേഖലയുടെ ആദരണീയനായ സെക്രട്ടറി ജനറൽ ഹാഷിം മന്നാനി ഉസ്താദ് അവറുകൾ, ഇവിടെ പ്രൗഢമായ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച VP സുബൈർ സാഹിബ് അവറുകൾ അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തെ കൊണ്ട് നമ്മുടെ ഈ സദസ്സ് ധന്യമാണ്. എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ ആദരണീയരായ ബഹുമാന്യരായ നമ്മുടെ നാടിൻ്റെ ഉമറാക്കൾ, അതിൻ്റെ പ്രതിനിധികൾ, വ്യത്യസ്ത മഹല്ല് ജമാഅത്തുകളുടെ നേതാക്കൾ, യുവജനങ്ങൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സഹോദരങ്ങൾ, കുഞ്ഞനുജന്മാർ എല്ലാം ഈ സദസ്സിൽ നമ്മുടെ രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷാചരണത്തിൻ്റെ ഭാഗമായി ഇവിടത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാ ഓരോരുത്തരെയും പ്രത്യേകം ബഹുമാനങ്ങളോടെ ആദരവുകളോടെ അഭിവാദ്യം ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഇവിടത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ കേദാരമാകുന്ന പവിത്രമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെയും ജീവിതത്തിൽ മനുഷ്യ സഹജമായി സംഭവിച്ച സർവാപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ വലിയ മഗ്ഫിറത്തുകൊണ്ട് മറഹമത്തുകൊണ്ട് വിട്ടുപുറത്തു മാഫ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്ലിപ്പ വല്ലിമ്മമാർ, ഉസ്താദുമാർ, മശായിഖുമാർ, ഒരു വേള ജീവിതത്തിൽ നിന്നും വേർപെട്ടു പോയ ഇണകൾ, മക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബാദികൾ, നാട്ടുകാർ, നമ്മളേറെ പാരമ്പര്യമുള്ള നൈനാർ ജുമാ മസ്ജിദിൻ്റെ മുറ്റത്ത് നമ്മളിങ്ങനെ സംഗമിക്കുമ്പോൾ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ, ഈരാറ്റുപേട്ടയുടെ വ്യത്യസ്ത മഹല്ലകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഈ നാടിനെ നാടാക്കി തീർത്ത മുൻഗാമികൾ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ സന്തോഷങ്ങൾ അള്ളാഹു പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു ഇവിടെ ഓതപ്പെട്ട ഖുർആനിൻ്റെ നമ്മുടെ ഈ സംഗമത്തിൻ്റെ ബറക്കാത്തുകളെ കൊണ്ട് ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ചകളുടെ ബറക്കത്ത് കൊണ്ടൊക്കെ ആ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ നൈനാര് പള്ളിയുടെ മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ സത്യത്തിൽ അസ്ർ നിസ്കാരാനന്തരം പിഴക്കാപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട് വരുന്ന വഴിയിൽ മഴയുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആദരണീയരായ ജാമിയയിലെ മുദരിസ് അഫ്ദൽ ഉസ്താദിനോട് പറയുകയായിരുന്നു, ഒരു പക്ഷേ മഴയായതുകൊണ്ട് ഒരു ഓപ്പൺ സ്റ്റേജിലുള്ള പരിപാടിക്ക് മാറ്റമായി മുമ്പൊരിക്കൽ വന്നതുപോലെ നൈനാര് പള്ളിയുടെ മുറ്റത്ത് കൃത്യമായ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തുവാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ചിന്തിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം ഒന്ന്, നൈനാര് പള്ളിയോടുള്ള പ്രത്യേകമായ പ്രതിബദ്ധതയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ രക്തധമനികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചോരയിലും നീരിലും തീർച്ചയായും നൈനാര് പള്ളിയുടെ വലിയ ഒരു ഭാഗധേയമുണ്ട്. ഇവിടെ പേരുകൊണ്ട് പരാമൃഷ്ടരായ ആദരണീയരായ പിതാവ് ഷെയ്ഖുനാ നൂറുൽ ഉലമ ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ, മംബഉൽ ഖൈറാത്തിൽ ബഹുമാനപ്പെട്ട അവറാൻകുട്ടി ഉസ്താദ് അവരുടെ അടുക്കലാണ് നഹവും സർഫും വളരെ കൃത്യമായി പഠിച്ചത്. ഈ നാടിൻ്റെ അന്നം കടിച്ചുകൊണ്ടാണ് വന്യരായ ഷെയ്ഖുന ഓതിപ്പഠിക്കുവാൻ വേണ്ടി ഒരു ദർസി സംവിധാനത്തിലേക്ക് വന്നത് തന്നെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ കൊടിയ ദാരിദ്ര്യത്തെ കൊണ്ട് പശിയടക്കാൻ, ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ കൃത്യമായ സംവിധാനത്തിലൊന്നും ലബ്ധമല്ലാത്ത സാഹചര്യത്തിലാണല്ലോ ഇന്നലെയുടെ കാലഘട്ടങ്ങളിൽ മൺമറഞ്ഞു പോയ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പലപ്പോഴും ഓതുവാൻ ദർസുകളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഒരു മണ്ണിലാണ് പാദമൂന്നി നിൽക്കുന്നത് എന്നത് സന്തോഷകരമായ, അഭിമാനകരമായ, ചാരിതാർത്ഥ്യ പൂർണ്ണമായ ഒരു സന്ദർഭമാണല്ലോ. ഒന്നതാണ്, ഇതൊന്ന് ആരോഗ്യപരമായ വിഷയമാണ്. ഇന്ന് രാവിലെ മുതൽ ചെറിയ ഒരു പനിക്കോട് കൂടെ ഉള്ളതുകൊണ്ട് ഒരു പൊതുസദസ്സാകുമ്പോൾ ആ പൊതുസദസ്സിന്റെ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുക എന്നത് ശാരീരികമായി വൈഷമ്യമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സദസ്സായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. എല്ലാ അർത്ഥത്തിലും റബ്ബ് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ.
ഇങ്ങനെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ടും സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർത്തുകൊണ്ടും സ്വാതന്ത്ര്യ സമരത്തെ പറഞ്ഞുകൊണ്ടും നാം ഇങ്ങനെ സംഗമിക്കുമ്പോൾ, ആദ്യമായി രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരവീര പോരാട്ടം നടത്തി ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന്റെ പടക്കളത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയ, ജീവൻ പരിത്വജിച്ച, പരിശ്രമങ്ങളെ കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച, ജയിലിലടയ്ക്കപ്പെട്ട ധാരാളം ഇന്നലെയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എല്ലാവരെയും ആദ്യമായി അനുസ്മരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതിൽ പ്രത്യേകമായ മതപരമായ പരിഗണനകളില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരെല്ലാവരും മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധമായ മഗ്‌രിബ് നമസ്കാരം നിർവഹിച്ച് ഉദുവോടുകൂടെ പരിശുദ്ധമായ നൈനാല് പള്ളിയുടെ ഹാളിൽ, ഓഡിറ്റോറിയത്തിൽ നമ്മളിങ്ങനെ സംഗമിക്കുമ്പോൾ നമുക്കതിൽ പക്ഷപാതിത്വമില്ല. ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്യുദ്ധാനം ചെയ്ത എല്ലാവരെയും, ഏത് മതത്തിൽപ്പെട്ടവരെയും മതവിശ്വാസമില്ലാതിരുന്നവരെയും എല്ലാം ആദരവോടെ ശുക്രോടെ നമ്മൾ അനുസ്മരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, മാ ശക്കറല്ലാഹ മല്ലം യശ്കുരിന്നാസ്, ജനങ്ങളോട് ശുക്ർ പ്രവർത്തിക്കാത്തവൻ, ഉപകാരപ്രദമായ ഒരു പ്രവർത്തനത്തെ കൊണ്ട് നമ്മളോട് ബന്ധപ്പെട്ട ഒരാളോട് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ശാക്കിറായ കൽബോടെ, നന്ദിപൂർവകമായ ഹൃദയത്തോടെ ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൻ സത്യത്തിൽ മനുഷ്യരോട് നന്ദി ചെയ്യാത്തവനല്ല, റബ്ബിനോട് തന്നെയാണ് നന്ദി ചെയ്യാതിരിക്കുന്നത് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കുന്ന കാര്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനത്തിന്റെ ജീവിതത്തിൽ 13 വർഷക്കാലഘട്ടം മക്കത്തുൽ മുക്കറമയിലാണ് ദഅവത്തിന്റെ പ്രവർത്തനം നടത്തിയത്. 13 വർഷക്കാലഘട്ടം മക്കത്തുൽ മുക്കറമയിൽ ദഅവത്തിന്റെ പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടുത്തെ അതിപ്രമുഖന്മാരായ ആളുകളോ സമൂഹമോ ഒന്നടങ്കം പരിശുദ്ധമായ ദുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം ദ്രോഹിക്കാനും പ്രയാസപ്പെടുത്താനും അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു കുടുംബത്തിലാണോ പിറന്നത് ആ കുടുംബത്തിലെ അതിപ്രമുഖന്മാരും യുദ്ധപാണികളും വാക്ചാതുരിയുള്ളവരുമായ ആളുകൾ, അബൂജഹൽ എന്നൊന്നും പറഞ്ഞാൽ ചെറിയ ആളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അബൂജഹലിന്റെ ഒറ്റ പ്രഭാഷണത്തിന്റെ വെളിപ്പാടിലാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബദർ യുദ്ധത്തിന്റെ കാരണമായത് അബൂജഹലിന്റെ പ്രഭാഷണമായിരുന്നു. അത്രത്തോളം ആവേശോജ്ജലമായ, വൈകാരിക ദീപ്തമായ പ്രഭാഷണം നടത്തുവാൻ കഴിയുന്ന വൈജ്ഞാനികമായ പ്രഭാഷണ ചതുരത്വമുള്ള ആളായിരുന്നു അബൂജഹൽ. സമ്പത്ത് കൊണ്ടും തറവാടിത്തം കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമാകുന്ന ഖുറൈശികളിൽ പ്രമുഖന്മാരായ ആളുകൾ ആരെല്ലാം ഉണ്ടായിരുന്നോ അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രതിപക്ഷത്ത് നിന്നു. 13 വർഷക്കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ദഅവത്തിന്റെ ഉത്തരവാദിത്തം അപ്പോൾ അവസാനിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായി, നബിയെ ഇനി ഇവിടെയല്ല പ്രബോധനം നടക്കേണ്ടത്, ഇനി മദീനത്തുൽ മുനവ്വറയിലാണ്. മദീനത്തുൽ മുനവ്വറയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പലായനം അത് ഹിജറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അത് മറക്കാതിരിക്കാൻ വേണ്ടി ഹിജറ കലണ്ടർ നമ്മുടെ ജീവിതത്തിൽ ആചരണമായി എല്ലാ വർഷാവർഷങ്ങളിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കത്തുൽ മുക്കറമയിൽ നിന്നും അള്ളാഹുവിന്റെ റസൂല് മദീനത്തുൽ മുനവ്വറയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അതിൽ കടന്നു പോകാൻ കഴിയുന്ന സുരക്ഷിതമായ, അബൂജഹൽ പിടികൂടാത്ത, അബൂലഹബ് പിറകെ വരാത്ത, ഉത്തുബത്തും ഷൈബത്തും പിടികൂടാത്ത അള്ളാഹുവിന്റെ പ്രവാചകനെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും റളിയല്ലാഹു അൻഹു പിടികൂടി വധിക്കുവാൻ അവസരം കിട്ടാത്ത വിധത്തിൽ സുരക്ഷിതമായ ഏതൊരു പാതയെ പ്രാപിച്ചുകൊണ്ടാണ് മദീനത്തുൽ മുനവ്വറയിലേക്ക് എത്തിച്ചേരേണ്ടത് എന്ന വിഷയം അള്ളാഹുവിന്റെ റസൂല് പേർത്തും ആലോചിച്ചപ്പോൾ അതിന് നബിതങ്ങൾക്ക് സഹായിയായിട്ടുണ്ടായിരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു അരീഖത്ത് എന്ന് പറയുന്ന മുശ്രിക്കായ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈന്ദവമതത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം, മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീനത്തുൽ മുനവ്വറയിലേക്ക് കടന്നു പോകുവാനുള്ള എല്ലാ വഴികളെ സംബന്ധിച്ചും വളരെ കൃത്യമായി അറിയുന്ന ആളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അരീഖത്ത്. അബ്ദുല്ലാഹ് ഇബ്നു അരീഖത്തിനോട് ഷാക്കിറായിട്ട് അല്ലാതെ ഒരു മുസ്ലിമിന്റെ മാനസം പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു അരീഖത്തിനോട് ശുക്റുള്ളവരായി മാറിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ ആ യുദ്ധമുന്നണിയിൽ പോരാട്ടത്തിന്റെ വേളയിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് എത്ര ആളുകളാണ്? 1000-ഓളം വരുന്ന പടയാളികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 300-ഓളം വരുന്ന ആളുകളാണ്. കേവലം 3 വരുന്ന ഒരു സമൂഹത്തോട് 1/3 മാത്രം വരുന്ന ഒരു സമൂഹം പോരാടുമ്പോൾ, അതും ആയുധമില്ലാതെ, പടച്ചട്ടയില്ലാതെ, പടപ്പാട്ട് പാടി ആവേശം നൽകാനുള്ള ആളുകളില്ലാതെ, ഭക്ഷണമില്ലാതെ, പാനം ചെയ്യുവാനുള്ള ശുദ്ധജലം പോലും വേണ്ടത്രയില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു പോരാട്ടത്തിന് വേണ്ടി പോകുമ്പോൾ നബിതങ്ങൾ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, നമ്മൾ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്, തിങ്ങിവെട്ടുന്ന യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്.
ആ സന്ദർഭത്തിൽ മറുപക്ഷത്ത് നമ്മളോട് പോരാടാൻ അവിടെ പല ആളുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചില ആളുകളുടെ പേര് ഞാൻ നിങ്ങളെ തെര്യപ്പെടുത്തുന്നു. അതിലൊരാൾ അബുൽ ബഹ്തരിയാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ആളല്ല, അദ്ദേഹം ഇസ്ലാം പ്രകടിപ്പിച്ചിട്ടുള്ള ആളല്ല. പക്ഷെ നമ്മൾ മക്കത്തുൽ മുക്കറമയിൽ ജീവിക്കുമ്പോൾ നമ്മളോട് സഹാനുഭൂതിയോടെ, നമ്മളോട് സ്നേഹത്തോടെ പെരുമാറാനും പലപ്പോഴും കരാറുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി മുശ്രിക്കുകളുടെ പക്ഷത്തിൽ നിന്നും മുന്നിൽ നിന്ന് മാന്യമായ പെരുമാറ്റങ്ങളെ കൊണ്ടും സഹാനുഭൂതിയുടെ സഹവർത്തിത്വത്തെ കൊണ്ടും നമ്മളോട് സഹവസിച്ച അബുൽ ബഹ്തരിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. 300ഓളം വരുന്ന ആളുകൾ, 1000ഓളം വരുന്ന സർവായുധ വിഭൂഷിതരായ ഒരു പട്ടാളത്തോട് പോരാടുമ്പോൾ അതിലേതെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ ബോധപൂർവകമായ ശ്രമം ആ 300 ആളുകൾ നടത്തിയാൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം പോരാടുന്നത് എണ്ണത്തിൽ തുല്യരായ ആളുകളോടല്ല, 3 ഇരട്ടിയോളം വരുന്ന ആളുകളോടാണ്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബുൽ ബഹ്തരിയെ കാണുമ്പോൾ നിങ്ങൾ വാളൊന്ന് തിരിച്ചു പിടിക്കണേ, അബുൽ ബഹ്തരിയുടെ ശരീരത്തിൽ നിങ്ങൾ വെട്ടി പരിക്കേൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നടയെ സൂചിപ്പിച്ചത്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മജിയോട് നമ്മൾ ഷാക്കിറാകണമെന്ന് പറയുമ്പോൾ, ജവഹർലാൽ നെഹ്റുവിനോട് നമ്മൾ ഷാക്കിറാകണമെന്ന് പറയുമ്പോൾ, ഗോപാലകൃഷ്ണ ഗോഖലയോട്, സുഭാഷ് ചന്ദ്രബോസിനോട്, സരോജിനി നായിഡുവിനോട്, സർദാർ വല്ലഭായ് പട്ടേലിനോട് നമ്മൾക്ക് ഷാക്കിറായ കൽബുണ്ടാകണമെന്ന് പറയുമ്പോൾ അത് മതപരമായ സങ്കല്പനയുടെ പരികല്പനയുടെ പുറത്താണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയമായ സാധനയും ആത്മീയമായ പാഠവുമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നാം അതുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരവോടെ ബഹുമാനത്തോടെ നമ്മൾ അനുസ്മരിക്കുന്നു. ഇവിടെയാണ് ഇനി രണ്ടാമതൊരു പോയിന്റിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. അതെന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രണ്ടാമത്തെ വിഷയം അതാണ്. ഒരു ദീർഘമായ ഭാഷണത്തിന്റെ സന്ദർഭമല്ല എന്നിവിടെ അധ്യക്ഷപീഠത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. പരിമിതമായ സമയത്തിനുള്ളിൽ ഏതാനും ചില നുറുങ്ങു ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ വാക്കുകൾക്ക് ഉപസംഹാരം നൽകുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ ഒരു ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത, ഒരു മതം മാത്രം ഉൾക്കൊള്ളുന്ന, ഒരു സംസ്കാരത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന, ഒരു നാഗരികതയെ മാത്രം സംപ്രേഷണം ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യത്തെ പരുവപ്പെടുത്താനും പ്രഖ്യാപിക്കുവാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് രണ്ടാമത് നമ്മൾ ഐഡന്റിറ്റി ചെയ്യേണ്ട, രണ്ടാമത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇതിന് നമ്മൾ പൂർണ്ണമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ സായാഹ്നത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അതിനെ സമ്പൂർണ്ണ അർത്ഥത്തിൽ, സമ്പൂർണമായ ശക്തിയോടെ, സമ്പൂർണമായ ആത്മീയമായ കരുത്തോടെ, നമ്മുടെ തലപ്പാവിന്റെ ബലത്തോടെ, നമ്മുടെ ശുഭ്രവസ്ത്രത്തിന്റെ മനോഹാരിതയോടെ, ആത്മീയമായ മനോഹാരിതയാണ് ഉദ്ദേശിക്കുന്നത്, ആത്മീയമായ മനോഹാരിതയോടെ നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലയിൽ അതിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ നിരാകരിക്കുവാനുള്ള കാരണം? അവർ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചവരല്ല. നാം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മദ്രസകളിൽ പഠിക്കുന്നുണ്ട് എന്ന് ആദരണീയരായ ഉസ്താദ് അവர்கள் ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. തീർച്ചയായും നാം നമ്മുടെ ചരിത്രം പഠിക്കുന്നവരായിരിക്കണം. പലരും ഇന്ന് ധാരാളം പഠിക്കുന്നവരാണ്. വലിയ ടെക്നോക്രാറ്റുകളായി മാറുന്ന ആളുകൾ, വലിയ IT വിദഗ്ധന്മാരായി മാറുന്ന ആളുകൾ. ചില ആളുകളൊക്കെ ഹിസ്റ്ററി എടുക്കുന്നത്, ഡബിൾ ഹിസ്റ്ററിയും ഡോക്ടറേറ്റും എടുക്കുന്നത് അവർ ചരിത്രത്തിലാണ്. പക്ഷേ ആ ചരിത്രത്തിൽ അവർ ഡോക്ടറേറ്റ് എടുക്കുമ്പോഴും അവന്റെ ചരിത്രം, അവന്റെ നാടിന്റെ ചരിത്രം, അവന്റെ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം, മുസ്ലിം എന്ന നിലയിൽ അവന്റെ ഐഡന്റിറ്റിയുടെ ചരിത്രം അവൻ പഠിക്കുവാൻ പലപ്പോഴും സമയം ചെലവഴിക്കുന്നില്ല. അബദ്ധമാണത്. നാം നമ്മുടെ ഇന്നലകളെ കുറിച്ച് പഠിക്കണം. നമ്മുടെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ അവബോധിതരായി തീരുമ്പോൾ മാത്രമേ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സർവ്വ മട്ടുപ്പാവുകളിലും അഭിമാനബോധത്തോടെ നമുക്ക് പ്രഖ്യാപിക്കുവാനും പ്രകീർത്തിക്കുവാനും ഈ രാജ്യത്തിന്റെ പൗരനാണെന്ന് അഭിമാനബോധത്തോടെ പറയുവാനും സാധിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഇതൊരൊറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പം പോലെ, ഏകകമായ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഒരു മതത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നു എന്നവർ പറയുന്നു. എന്തൊരു മണ്ടത്തരമാണ്! നിങ്ങൾക്കറിയാമോ, 1962 നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ പാഠശാലകളിൽ നമ്മുടെ മക്കള് പറയുന്ന ഒരു പ്ലഡ്ജ് ഉണ്ടല്ലോ, ഒരു വോത്ത് ഉണ്ടല്ലോ. അവര് എല്ലാ അസംബ്ലിയിലും ഒരുമിച്ച് കൂടുമ്പോ സ്കൂൾ ലീഡർ ഒരു പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ കൈയേന്തിക്കൊണ്ട് അദ്ദേഹം പറയുകയും വിദ്യാർത്ഥികളെ ഏറ്റുചൊല്ലുകയും ചെയ്യുന്ന ഒരു പ്ലഡ്ജ് ഉണ്ട്. ആ പ്ലഡ്ജ് തയ്യാറാക്കിയത് ബഹുമാനപ്പെട്ട വെങ്കയ്യ സുബ്ബറാവു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അത് തയ്യാറാക്കപ്പെട്ടത് 1962. 1962 നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. അന്നാണ് ആ പ്ലഡ്ജ് ഉണ്ടായത്. എന്താണ് നിന്റെ പശ്ചാത്തലം എന്നറിയാമോ? ഇന്ത്യ രാജ്യവും ചൈനയും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന്റെ വേളയിൽ രാജ്യത്ത് ദേശാഭിമാന ബോധം അങ്ങനെ വല്ലാതെ തിളച്ചു മറിഞ്ഞു വന്നു. രാജ്യദേശാഭിമാന ബോധം ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരിലും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അത് വിദ്യാർത്ഥികളുടെ ബച്പൻ മുതൽ, അവരുടെ ചെറുപ്പം മുതൽ ആരംഭിക്കണമല്ലോ. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വെങ്കയ്യ സുബ്ബറാവു എന്ന് പറയുന്ന ആ സർക്കാർ ഉദ്യോഗസ്ഥൻ
ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ പഠിക്കുന്ന വിശാഖപട്ടണത്തിലെ, അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്, വിശാഖപട്ടണത്തിലെ അദ്ദേഹത്തിന്റെ മകൻ പഠിക്കുന്ന പാഠശാലയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതാണ് ആ പ്ലഡ്ജ്. ആ സ്കൂളിൽ വായിച്ചപ്പോ എല്ലാ കുട്ടികൾക്കും അഭിമാനമുണ്ടായി. എല്ലാ കുട്ടികളും അത് ഏറ്റുപറഞ്ഞു. പരിസരത്തുള്ള സ്കൂളുകളിലേക്ക് അത് പ്രചരിച്ചു. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ദേശീയ പ്ലീനറി നടന്ന സന്ദർഭത്തിൽ ഈ വിഷയം ആ ദേശീയ സമ്മേളനത്തിലേക്ക് കൊടുത്തു. അവരത് പരിശോധിച്ചു. ഇത് കേവലം വിശാഖപട്ടണത്ത് മാത്രം, ആന്ധ്രാപ്രദേശിൽ മാത്രം, ഏതെങ്കിലും ഒരു പട്ടണത്തിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലോ മാത്രം പരിമിതമാകേണ്ടതല്ല. രാജ്യത്തിന്റെ എല്ലാ പട്ടണങ്ങളിലും, എല്ലാ പാഠശാലകളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പ്രചുരിതമാകേണ്ടതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ദേശീയ ബോധത്തോടെ, അവർ വൈകാരികമായ അഥവാ മറ്റൊരാളെ ഉപദ്രവിക്കാനല്ല, ദേശീയ ബോധം എന്ന വൈകാരികമായ സ്നേഹപൂർണമായ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സുകളിൽ ലീനമായി തീരാൻ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രധാനപ്പെട്ട കക്ഷിയാകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തോന്നി. അങ്ങനെയാണ് നമ്മുടെ പാഠശാലകളിലെല്ലാം ആ പ്ലഡ്ജ് കടന്നു വരുന്നത്. എന്താണ് ആ പ്ലഡ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം? ഒന്നാമത്തെ വാചകം ഇങ്ങനെയാണ്: ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറയുമ്പോൾ അതൊരു സ്വാർത്ഥതയുടെ വാചകമല്ല കേട്ടോ. ഇതെന്റേതാണ്, ഇതെന്റെ വണ്ടിയാണ്, ഇതെന്റെ വീടാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ചിലപ്പോൾ അഹങ്കാരത്തിന്റെ ഒരു വെളിച്ചപ്പാടുണ്ടായി എന്ന് വരാം. അത്തരത്തിലൊരു വെളിച്ചത്തിലല്ല, ആ ഒരു ആശയ സംപ്രേഷണത്തിലല്ല ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറയുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറയുന്നത് അഭിമാനത്തിരേകത്താൽ പറയാനുള്ളതാണ്. അഭിമാനപൂർണമായി, ആത്മാഭിമാനത്തോടെ നാം ഓരോരുത്തരും പറയണം: ഈ ഇന്ത്യ എന്റെ രാജ്യമാണ്. എന്റെ രാജ്യമാണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ, ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ, ആ രാജ്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യാൻ, ആ രാജ്യത്തിന് വേണ്ടി ഒരു പൗരൻ എന്ന നിലയിൽ പൗരബോധത്തോടു കൂടെ പ്രവർത്തിക്കുവാൻ ഞാനിതാ സന്നദ്ധനാണെന്ന പ്രഖ്യാപനമാണ്. എന്നാൽ രണ്ടാമത്തെ വാചകം എന്താണ്? എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. സഹോദരൻ എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് സഹോദരൻ എന്ന് പറഞ്ഞാൽ? ഉദരം എന്ന് പറഞ്ഞാൽ വയർ എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുമ്പോഴാണ്, ഞാനും എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന ആളാണ് എന്റെ സഹോദരൻ എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഭാരതാംബ എന്ന് പറയുന്ന, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ മഹത്തായ ഇന്ത്യ രാജ്യമെന്ന ഈ മാതൃത്വത്തിൽ നിന്നും ഉരവപ്പെട്ട മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും, മതമുള്ളവരും മതമില്ലാത്തവരും, ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൈനനും പാഴ്സിയും സിഖുകാരനും, ഏതേത് മതങ്ങളിൽ വിശ്വസിക്കുന്നവരും, ആണായവനും പെണ്ണായവരും, ഏതേത് പ്രകൃതിയാലുള്ളവനും, എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇതാണ് ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി വിദ്യാർത്ഥികൾക്കിടയിൽ ദേശീയ ബോധത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പ്ലഡ്ജിന്റെ ആദ്യത്തെ 2 വാചകങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഉദ്ധരിച്ചത്. എന്നാൽ ഇവിടെ ചില ആളുകൾ ഇന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അവർ പറയുന്നത് എന്താണ്? ഇന്ത്യ എന്റെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നല്ല. തൗഫീഖിനെ കാണുമ്പോൾ പറയുന്നു ഇത് നിന്റെ രാജ്യമല്ല. ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദിനെ കാണുമ്പോൾ പറയുന്നു ഇത് നിങ്ങളുടെ രാജ്യമല്ല. പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ പറയുന്നു ഇത് നിങ്ങളുടെ രാജ്യമല്ല. രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസൃതമായി വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് സ്വന്തമാണ്, നിങ്ങൾക്ക് സ്വന്തമല്ല. ഈ ദീനദയാലുപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ, പള്ളിയിലച്ചന്മാർ, അവരിൽപ്പെട്ട ചിലരുടെ നടപടികളോട്, ആശയപരമായ നിലപാടുകളോട് നമുക്ക് തീർത്തും വിരോധമുണ്ട്, നമുക്ക് വിമർശനമുണ്ട്, അതിൽ നമുക്ക് അപലപനമുണ്ട്, നമുക്ക് പ്രതിഷേധമുണ്ട്. എന്നിരിക്കലും രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളിലും സഞ്ചരിക്കുവാൻ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പാവപ്പെട്ട അമ്മമാരെ മർദ്ദിക്കുമ്പോൾ അടുത്ത് കണ്ടത് ഒരു പാഠശാലയിൽ ഒരു പ്രിൻസിപ്പളിനെ ക്രൂരമായി കയ്യേറ്റം ചെയ്യുന്നതാണ്. ഇന്നലെ കണ്ടത് പറയാൻ കൊള്ളാത്തതാണ്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. പശുക്കളെ കട്ടു എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ 2 കൈകളും പിറകിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിക്കൊണ്ട് അവന്റെ മലദ്വാരത്തിലേക്ക് വൻതോതിൽ മുളകുപൊടി കുത്തിക്കയറ്റുന്ന വീഡിയോയാണ് ഇന്നലെ നമ്മുടെ വീഡിയോഗ്രാഫിയിൽ പുറത്തു വന്നത്. ഇന്നലെയുടെ ചിത്രീകരണമാണ്. നമ്മളിത് കാണേണ്ടതല്ലേ? ഇത് നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? കണ്ണടച്ചു പിടിച്ചിട്ട് കേരളത്തിന്റെ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ സ്വാസ്ഥ്യം സമാധാനമായി ജീവിക്കുന്നു, അതുകൊണ്ട് രാജ്യത്തിന്റെ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയാൻ നമ്മൾ മറ്റുള്ളവരെ പോലെയല്ലല്ലോ. ലോകത്തിന്റെ മുഴുവൻ വിഷമതകളും വിഷമതകളായി കാണുവാനും എല്ലാവരുടെയും വിഷമതകൾ പ്രതിനിധീകരിക്കുവാനും മറുപടി പറയുവാനും കൂടെ ബാധ്യതപ്പെട്ട ഒരു സമൂഹമല്ലേ നാം. ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഇത് എന്റെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യം മാത്രമാണ് എന്ന് പറയുന്നവരെ നമ്മൾ പൂർണ്ണമായി നിരാകരിക്കുവാനുമാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്മേളനത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ത്യ എന്ന പേരിനെ തന്നെ നമുക്ക് എടുക്കാം. ഇന്ത്യ എന്ന് പറയുന്ന പേര് ആരാണ് ഈ ലോകത്ത് സമ്മാനിച്ചത്?
ഇന്ത്യ എന്ന് പറയുന്ന പേര് സമ്മാനിച്ചത് ആരാണ്? ഹൈന്ദവ മതത്തെ നാം പറയുകയല്ല. എന്നാൽ 1925 രൂപീകൃതമായ ഒരു സംഘടനയുണ്ട്. ഹെഡ്ഗവാറിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു സംഘടന 2025 എത്തുമ്പോൾ ആ സംഘടന അതിന്റെ പ്രവർത്തനത്തിന്റെ 1 നൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. 1 നൂറ്റാണ്ട് മുമ്പ് 1925 ഹെഡ്ഗവാർ രൂപം കൊടുത്ത ആ സംഘടനയാണോ ഈ രാജ്യത്തിന് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദ് എന്ന് പേര് നൽകിയത്? അല്ല. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ, നല്ലവരായ സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യനോട് ഷാക്കിറായി കൊണ്ടല്ലാതെ, ഹൃദയം നന്ദിയുള്ള ഹൃദയത്തെ കൊണ്ടല്ലാതെ ഒരു മുസ്ലിമിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അவ்விധത്തിൽ എല്ലാവരോടും നമ്മൾ ഷാക്കിറായി നിലകൊള്ളുന്ന സന്ദർഭത്തിൽ നാം ഇവിടെ ചോദിക്കുകയാണ്, ഇവിടെ ഇവരാണോ ഹൈന്ദവരായ സഹോദരന്മാർ? ആ നല്ലവരായ സഹോദരന്മാർ, അവരോടെല്ലാം നമുക്ക് സ്നേഹമുണ്ട്, അവരോട് പൂർണ്ണമായ കടപ്പാടുണ്ട്. കേവലം വാചാടോപമല്ല കേട്ടോ, ആത്മാർത്ഥമായി അവർ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. നമ്മുടെ ദീൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെയാണ്. നമ്മുടെ ദീൻ അത് നമ്മളോട് പറയുന്നു. ഇവിടെ അയ്യപ്പൻ കുട്ടിച്ചേട്ടൻ കടന്നു വരുന്നു. ഒരു അയ്യപ്പൻ കുട്ടിച്ചേട്ടൻ അദ്ദേഹം മദ്യപിച്ചിരിക്കുകയാണ്. മദ്യപിച്ച് കടന്നു വന്നുകൊണ്ട് ചില സദസ്സുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അവർ വന്ന് കൈയടിക്കും, അവർ വലിയ ഹർഷപുളകിതരാകും, വലിയ ഒച്ചപ്പാടുണ്ടാക്കും. നമ്മൾ വളരെ ശബ്ദത്തിൽ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പ്രസംഗത്തോടൊപ്പം അവർ ശബ്ദമുണ്ടാക്കി എന്ന് വരും. ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ വൃത്തിഹീനമായ ശരീരത്തെ കൊണ്ട് അവർ കെട്ടിപ്പിടിച്ചു എന്നും വരാം. ഒരുപക്ഷെ നമുക്ക് അരുചികരമായി തോന്നിയേക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. അദ്ദേഹം നമുക്ക് അന്യനാണോ? അദ്ദേഹത്തെ നമ്മൾ തള്ളിമാറ്റാൻ പാടുണ്ടോ? അങ്ങനെ ഒരു പ്രവർത്തനത്തോടെ നമ്മെ സമീപിക്കുന്ന ആള് അയാൾ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിമാറ്റുമ്പോൾ ഒരു പ്രബോധകൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ നമ്മൾ വിസ്മരിക്കുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, കുല്ലുക്കും ലി ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളാണ്. ആ മദ്യപിച്ച് കടന്നു വന്നവൻ, അത് മതമുള്ളവനാകട്ടെ, അയ്യപ്പനാകട്ടെ, വേറെ ഏതെങ്കിലും പേരുകാരനാകട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേകമായ സബ്ജയിൽ മാത്രം അധികരിച്ചുകൊണ്ട് പറയുകയല്ല. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവനും എന്റെ സഹോദരനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോനാണ്, ഹവ്വാ ബീവിയുടെ മകനാണ്, ആദം നബിയുടെ മകളാണ്, ഹവ്വാ ബീവിയുടെ മകളാണ് എന്ന തിരിച്ചറിവിൽ അവനോടും സഹോദര ബന്ധമുണ്ടാകണം. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ഹൈന്ദവരും അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ സഹോദരന്മാരാണ്. നേരത്തെ പറഞ്ഞു വച്ചതുപോലെ ഹവ്വാ ബീവിയുടെ ഉദരത്തിൽ നിന്നുമാണ് ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പൂജാതരായതെങ്കിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ഹൈന്ദവരും ഹവ്വാ ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലമുറകൾ പലതും മാറിയിട്ടുണ്ടാകാം. ഉദരത്തിൽ നിന്നും തന്നെ കടന്നു വന്ന സഹോദരന്മാരാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ്, ഇന്ത്യ രാജ്യത്തിന് ഹിന്ദ് എന്ന് പേര് നൽകിയത് ആരാണ്? ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലല്ല, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുമല്ല. അതിനേക്കാൾ മുമ്പ് പേർഷ്യക്കാരായ കച്ചവടക്കാർ, സാർത്ഥവാഹകരായ കച്ചവടക്കാർ, അവർ കച്ചവട ആവശ്യാർത്ഥം ഇന്ത്യ രാജ്യത്ത് വന്നപ്പോ സിന്ധു നദീതടത്തിന്റെ തീരങ്ങളിൽ വളർന്നു വരുന്ന ഒരു സംസ്കാരം, ഒരു നാഗരികത, അവിടെ ജീവിക്കുന്ന ആളുകളെ അവർ വിളിച്ചു സിന്ധികൾ എന്ന്. സിന്ധ് എന്നാണ് പേര്. സിന്ധ് എന്ന് പറയുന്ന പേര് അവർ സിന്ധ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ പേർഷ്യക്കാർക്ക് സീൻ എന്ന് പറയുന്ന പദം അവർ വ്യാപകമായി ഉപയോഗിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സീൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ഥാനത്ത് ഹ എന്ന പദം ഉച്ചരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹ എന്ന പദം ഉച്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് സിന്ധ് എന്ന് പറയുന്ന പദത്തിന്റെ ആദ്യാക്ഷരമാകുന്ന സീനിനെ മാറ്റിക്കൊണ്ട് ഹ എന്ന് ഉച്ചരിച്ചുകൊണ്ട് സിന്ധു നദീതടത്തിൽ സംസാരിക്കുന്ന, ജീവിക്കുന്ന, നാഗരികത വളർത്തിക്കൊണ്ടുവരുന്ന, കുടുംബജീവിതം നയിക്കുന്ന, കൃഷിവേലകൾ ചെയ്യുന്ന, വസ്തുശില്പ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അവരിട്ട പേരാണ് ഹിന്ദികൾ എന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഈ രാജ്യത്തിന്റെ പേരാരുടേതാണ്? ഹെഡ്ഗവാർ നൽകിയ പേരാണോ? വി.ഡി. സവർക്കർ നൽകിയ പേരാണോ? ഇവിടെ ഹിന്ദുത്വത്തിന്റെ ഓരം പറ്റി നിന്നുകൊണ്ട് ഈ രാജ്യത്തിലുള്ള മുഴുവൻ ഹൈന്ദവ മതവിശ്വാസികളെയും പറഞ്ഞു പറ്റിച്ച് അവർക്ക് ഏറ്റവും അപകടകരമായ നഷ്ടം ആ പാവങ്ങൾക്ക് വരുത്തി വെച്ച്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, ഏറ്റവും അപകടകരമായ നഷ്ടം ആ ഹൈന്ദവരായ പാവങ്ങൾക്ക് വരുത്തി വെച്ച്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു, നിങ്ങളുടെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു, നിങ്ങൾക്ക് ആരാധനാലയം പണിയാൻ നിലകൊള്ളുന്നു, നിങ്ങളെ സമ്പന്നന്മാരാക്കാൻ ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിനോട് ചങ്ങാത്ത മുതലാളിത്തത്തിലൂടെ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി ഈ രാജ്യത്തെ തീർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വർഗീയവാദികളോ ഇവരുടെ തലത്തൊട്ടപ്പന്മാരായ തമ്പ്രാക്കന്മാരോ അല്ല ഈ രാജ്യത്തിന് ഹിന്ദ് എന്ന് പേര് വെച്ചത്. ഈ രാജ്യത്തിന് ഹിന്ദ് എന്ന് പേര് വെച്ചവർ പേർഷ്യക്കാരായിരുന്നു.
ഈ രാജ്യത്തിന് ഇന്ത്യ എന്ന് പേര് വെച്ചവർ പേർഷ്യക്കാരായിരുന്നു. രാജ്യത്തിന്റെ പൗരാണികമായ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കൂ. രാജ്യത്തിന്റെ പൗരാണിക ചരിത്രം വായനാശീലമുള്ള മുഴുവൻ ആളുകളും എല്ലാവരും പരിശോധിക്കണം. വിശിഷ്യ വളർന്നു വരുന്ന യുവാക്കൾ, പണ്ഡിതന്മാരത് പഠിക്കുന്നവരാണ്. ഈ മുതഅല്ലിമീങ്ങൾ എന്നേക്കാൾ പ്രതിഭാധനന്മാരായി പ്രഗത്ഭവാന്മാരായി ഇതേ സദസ്സിൽ ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാനും കാണാനും വരും കാലത്ത് കഴിയുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കണം. രാജ്യത്തിന്റെ പൗരാണികമായ ചരിത്രം എന്ന് ഞാൻ ഇവിടെ പറയുമ്പോ ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പുള്ള കാലഘട്ടമാണ്. ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയുടെ പേര് പറഞ്ഞാൽ ഭരണത്തെ കൊണ്ടും സംസ്കാരത്തെ കൊണ്ടും ഈ രാജ്യത്തിന്റെ വളർന്ന് വികസിച്ചു വന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ചക്രവർത്തിയുടെ പേര് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഉണ്ടല്ലോ, ഇസ്കന്ദർ ചക്രവർത്തി, സോക്രട്ടീസിന്റെ ശിഷ്യനാകുന്ന പ്ലേറ്റോയുടെ ശിഷ്യനാകുന്ന അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാകുന്ന ഇസ്കന്ദർ ചക്രവർത്തി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോക്രട്ടീസിന്റെ ശിഷ്യനാകുന്ന പ്ലേറ്റോയുടെ ശിഷ്യനാകുന്ന അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാകുന്ന ഇസ്കന്ദർ ചക്രവർത്തി. ആ ഇസ്കന്ദർ ചക്രവർത്തിയാണ് ഫൽസഫിയായ ഗ്രീക്ക് തത്വജ്ഞാനം ലോകത്താകെ പ്രചരിപ്പിച്ച മഹാനായ ഒരു ചക്രവർത്തിയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹം രാജ്യത്ത് വന്ന് ഇന്ത്യയിൽ വന്ന് ഒരു സംസ്കാരത്തിന് ഒരു ഭരണകൂടത്തിന് അദ്ദേഹം ശിരവാകി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ പട്ടിണി ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന സന്യാസിമാരോടൊപ്പം അദ്ദേഹം മൈസൂരിലേക്ക്, നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലെ മൈസൂരിലേക്ക് പലായനം ചെയ്തുകൊണ്ട് അവിടെ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഇനിയാണ് ചോദ്യം. ഇന്ത്യ രാജ്യത്തിന്റെ ചക്രവർത്തിമാർ പൗരാണികമായ ചരിത്രം പരിശോധിക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അതിപ്രധാനപ്പെട്ട ചക്രവർത്തിമാരുടെ പേരിൽ വരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ മതമേതാണ്? ഹിന്ദുമതമാണോ? അല്ല, അദ്ദേഹം ജൈനമതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. ജൈനമതമാണ് അദ്ദേഹത്തിന്റെ മതം. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ പ്രഗത്ഭനായ ഒരു ചക്രവർത്തിയുടെ പേര് നിങ്ങൾ എല്ലാവരും അറിയും. ഒരുപക്ഷെ മൗര്യനെ നിങ്ങൾക്കറിയില്ലായിരിക്കും. രണ്ടാമത്തെ ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. രാജ്യത്തിന്റെ പൗരാണിക ചരിത്രത്തിലെ വീരേതിഹാസം പകർന്ന മഹാനായ ചക്രവർത്തിയുടെ പേരായി നമ്മൾ പറയുന്നതിനേക്കാൾ ചരിത്ര പണ്ഡിതന്മാര് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മനോഹരമായ തിരുവർണ്ണ പതാകയുണ്ടല്ലോ, അതിന്റെ മധ്യഭാഗത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അശോക ചക്രമുണ്ടല്ലോ, ആ അശോക ചക്രക്കാൽ സൂചിപ്പിക്കപ്പെടുന്ന, പ്രതീകവൽക്കരിക്കപ്പെടുന്ന അശോകവർദ്ധനൻ എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയാണ്. അശോകവർദ്ധനൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു? ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നോ? അല്ല, അദ്ദേഹം ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. മൂന്നാമത് ആരാണ്? രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ചക്രവർത്തിയുടെ പേര് ചന്ദ്രഗുപ്ത ദേവരായനാണ്. പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചക്രവർത്തി. അദ്ദേഹം ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. നാലാമത് വരുന്നത് ഹർഷനാണ്. ഹർഷൻ വീണ്ടും ബൗദ്ധനാണ്. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ, വർത്തമാന കാലഘട്ടത്തിലെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം ഭരിച്ച, ഏറ്റവും അധികം പരിഷ്കരിച്ച, ഏറ്റവും അധികം സംവിധാനങ്ങൾ ഉണ്ടാക്കിയ, ഏറ്റവും അധികം വികസനങ്ങൾ ഈ രാജ്യത്തിന് സമ്മാനിച്ച ഭരണകൂടം ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ചന്ദ്രഗുപ്ത മൗര്യന്റേതല്ല, ദേവരായന്റേതല്ല, അത് ഹർഷന്റേതല്ല, അത് അശോകവർദ്ധനന്റേതല്ല. ഇന്ത്യ രാജ്യം ഏറ്റവും അധികം കാലം ഭരിച്ചു മുന്നോട്ട് നീക്കിയ ഒരു സമൂഹം മതാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായമാണ്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായമാണ്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായം എത്ര കാലഘട്ടമാണ് ഭരിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? 8.5 നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യം മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം മമാലിക്കുകൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അടിമവംശമുണ്ടായി, മുഗളന്മാരുണ്ടായി, സൽജൂക്കികളുണ്ടായി, സൂരികളുണ്ടായി, ലൂഥികളുണ്ടായി, ഇവിടെ പല വിധത്തിലുള്ള രാജവംശങ്ങളായി 8.5 നൂറ്റാണ്ടുകാലം ഈ രാജ്യം മുസ്ലിം ചക്രവർത്തിമാർ ഭരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഒരു തലമുറയാണോ കഴിയുന്നത്? 100 വയസ്സുള്ള ആരിവിടെയുണ്ട്? ഇവിടെയുള്ള ആളുകൾ 60 വയസ്സുള്ളവരാണ്, 70 വയസ്സുള്ളവരാണ്. 70ന്റെയും 60ന്റെയും ഇടയിൽ ഭൂരിപക്ഷം ആളുകളും മരണപ്പെട്ടു പോകുന്നു. 80-ലെത്തുന്നവർ എത്ര പേരുണ്ടാകും? 90-നെ പ്രാപിക്കുന്നവർ എത്ര പേരുണ്ടാകും? 8.5 നൂറ്റാണ്ടുകാലം ഈ ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങളാൽ ഭരണീയമായി ഭരിക്കപ്പെട്ടു എന്ന് പറയുമ്പോ ഇവിടെ നിർബന്ധിതമായ ഒരു മതപരിവർത്തനം നടന്നിരുന്നുവെങ്കിൽ നമ്മുടെ തീവ്രവാദികളും രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരും രാജ്യത്തെ നശിപ്പിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോ 8.5 നൂറ്റാണ്ടുകാലം മുസ്ലിം ചക്രവർത്തിമാർ ഈ രാജ്യം ഭരിച്ചപ്പോ 2021 സെൻസസിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും രാജ്യത്തിന്റെ മൊത്തം പോപ്പുലേഷന്റെ 14% ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളില്ല. നമ്മൾ നിർബന്ധിതമായ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചവരല്ല, ആരെയും അടിച്ചമർത്തിയവരല്ല. എന്തിനേറെ പറയുന്നു, ഈ രാജ്യത്തിലെ വികസനത്തിൽ അഥവാ കഴിഞ്ഞ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിന്റെ നിർമ്മിതിയിൽ മുസ്ലിമിന്റെ പങ്കെന്താണ്? ഞാൻ പറയണ്ട, ശശി തരൂർ പറയട്ടെ. രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും
രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഒരു അക്കാഡമിഷ്യനായി അറിയപ്പെടുന്ന ആളാണല്ലോ ശശി തരൂര്. അദ്ദേഹം പോയ വർഷം ബ്രിട്ടനെ സന്ദർശിച്ചു. ബ്രിട്ടനാണല്ലോ നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചത്. ബ്രിട്ടനിന്റെ പാർലമെന്റിൽ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നൂറുകണക്കിന് വരുന്ന ബ്രിട്ടനിന്റെ പ്രതിനിധികൾ, എംപിമാർ, അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരെയും അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശശി തരൂരിന് അവസരമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ? നമ്മൾ മറക്കരുത്, നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അദ്ദേഹം പറയുകയാണ്, മുഗൾ ചക്രവർത്തിമാർ ഈ രാജ്യം ഭരിക്കുമ്പോ ബഹാദൂർ ഷാ സെക്കൻഡിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി രാജ്യത്തിന്റെ ഭരണ സംവിധാനം കയ്യാമം വെച്ച് ഏറ്റെടുക്കുമ്പോ ഞങ്ങളുടെ രാജ്യം നിങ്ങളുടെ കൈകളാൽ പാരതന്ത്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ, രാജ്യത്തിന്റെ അല്ല, ലോകത്തിന്റെ വേൾഡ് അടിസ്ഥാനത്തിൽ, ലോകാടിസ്ഥാനത്തിൽ വിപണന മൂല്യങ്ങളുടെ, വ്യവസായിക പ്രവർത്തനങ്ങളുടെ, സാമ്പത്തിക കൈകാര്യത്തിന്റെ, വ്യവഹാരത്തിന്റെ 25% അഥവാ 4/1 കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രാജ്യം മഹത്തായ ഇന്ത്യ രാജ്യമായിരുന്നു. മഹത്തായ ഇന്ത്യ രാജ്യമായിരുന്നു. മുഗളന്മാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക സുസ്ഥിരയുടെ, സാമ്പത്തിക വ്യവഹാരത്തിന്റെ, വ്യവസായത്തിന്റെ, കച്ചവടത്തിന്റെ 25% കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ മഹാരാജ്യമായിരുന്നു. എന്നാൽ 1.5 നൂറ്റാണ്ടുകാലം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഭരണ പ്രവർത്തനത്തിന് ശേഷം നിങ്ങൾ കെട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ ബ്രിട്ടനിലേക്ക് തിരിച്ചു വന്നില്ലേ? ആ തിരിച്ചു വന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ അതപ്പതിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്നും തിരിച്ചു വന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ തലയിൽ വെക്കാൻ നിങ്ങൾ ഞങ്ങളുടെ മഹത്തരമായ കിരീടങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി. ഗാന്ധിജിയുടെ കണ്ണട പോലും നിങ്ങൾ മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി. അതുകൊണ്ട് രാജ്യത്തിന് അഥവാ ഇന്ത്യ രാജ്യത്തിന് നിങ്ങൾ നഷ്ടം നൽകണമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ശശി തരൂർ പ്രസംഗിച്ചു. പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്നപ്പോ അവിടുത്തെ ലോക പ്രശസ്തരായ വാർത്താ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഒരു തിടമ്പ് പോലെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബ്രിട്ടൻ പാർലമെന്റിൽ നിങ്ങൾ നടത്തിയ പ്രഭാഷണങ്ങൾ ഞങ്ങൾ സഹൂദം നിരീക്ഷിക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ, ലോകത്തിന്റെ സാമ്പത്തിക വ്യവഹാരത്തിന്റെ 25% മുഗളന്മാർ ഭരിക്കുമ്പോൾ, മുസ്ലിം രാജഭരണങ്ങൾ ഭരിക്കുമ്പോൾ ഉണ്ടായിരിക്കെ ബ്രിട്ടീഷുകാരെ ഭരണം അവസാനിപ്പിച്ചു പോകുമ്പോൾ നഷ്ടമുണ്ടാക്കി. നഷ്ടം തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര നഷ്ടം നൽകണമെന്നാണ്? ആ പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഒന്ന് വിശദീകരിക്കാമോ എന്ന് ശശി തരൂരിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കോടിക്കണക്കിന് ഡോളറുകളോ ബില്യൺ കണക്കിന് ഡോളറുകളോ നിങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിക്കണം. ആ യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിക്കണം. നഷ്ടം നൽകുന്നത് 1 രൂപയാകാം, 1 ഇന്ത്യൻ രൂപയാകാം. പക്ഷേ ആ നഷ്ടം നൽകുന്ന 1 രൂപയല്ല വിഷയം. 1 രൂപയുടെ നഷ്ടത്തെക്കാളപ്പുറം ഈ യാഥാർത്ഥ്യത്തെ സമ്മതിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകണമെന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ന് ഒരു മുസ്ലിം അല്ലല്ലോ, ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരനല്ലല്ലോ, ഒരു മതപണ്ഡിതനല്ലല്ലോ, ഒരു മുതഅല്ലിമല്ലല്ലോ, പാണക്കാട്ട് തങ്ങന്മാരല്ലല്ലോ, വേറെ ഏതെങ്കിലും സാദാത്തുമാരല്ലല്ലോ, മുസ്ലിം രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന അസദുദ്ദീൻ ഉവൈസിയുടെ വാക്കല്ലല്ലോ, ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ വാക്കല്ലല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ശശി തരൂര് ബ്രിട്ടീഷ് പാർലമെന്റിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ മുസ്ലിം ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇന്നലെയാണ് രൂപപ്പെടുത്തിയത്, ഹിന്ദ് എന്ന പേര് പോലും നൽകിയത് മറ്റുള്ളവരാണ്. പർഷ്യക്കാർ നൽകിയ നാമമാണത്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോ ഇവിടെ ആർക്കൊക്കെ വല്ലാതെ വികാരം ഉദിച്ചുയർന്നു വരികയാണ്. ആ പേര് നൽകിയത് പർഷ്യക്കാരാണ്. ഈ രാജ്യത്തിന്റെ പൗരാണികമായ ചരിത്രം പരിശോധിച്ചാൽ അവിടെ ജൈനന്മാരുണ്ട്, അവിടെ ഹർഷനെ പോലെ, അശോകനെ പോലുള്ള ബുദ്ധമതക്കാരുണ്ട്, ദേവരായജനെ പോലെയുള്ള ഹൈന്ദവ മതക്കാരുണ്ട്, ബഹുമാനപ്പെട്ട ഔറംഗസീബിനെ പോലെ, ബാബറിനെ പോലെ, ഖാസിമിൻ പോലെ, മഹ്മൂദ് ഗോറിയെ പോലുള്ള മുസ്ലിം ഭരണാധികാരികളുണ്ട്. അവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യ സംവിധാനം ഇവിടെ നിലവിൽ വന്നത് എന്ന് നിങ്ങൾ ലോകത്ത് ഈ രാജ്യത്തെ ഒറ്റക്കല്ലിൽ തീർത്തെടുത്ത ഒരു ശില്പം പോലെ അവതരിപ്പിക്കുവാൻ വേണ്ടി മെനക്കേട് നടത്തുന്ന വർഗീയവാദികൾ മുഴുവനും മനസ്സിലാക്കണമെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാനുണ്ട്. അതിലൂടെയാണ് നാം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സായാഹ്നത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ വർത്തമാന കാലഘട്ടത്തിലോ ഹൈന്ദവ സഹോദരങ്ങളോട് നമ്മൾ വളരെ വിനീതമായി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇവർ നിങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? ഇവർ പറയുന്നത് ശ്രീരാമന്റെ സന്ദേശങ്ങളാണോ? ഇവർ പഠിപ്പിക്കുന്നത് ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങളാണോ? ശ്രീകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് വ്യാസനാണല്ലോ. വ്യാസന്റെ സന്ദേശങ്ങളാണോ? വാൽമീകിയുടെ സന്ദേശങ്ങളാണോ ഇവർ പഠിപ്പിക്കുന്നത്? എല്ലായിടത്തും പേർത്തും ഒരു പള്ളിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഏത് അക്രമ പ്രവർത്തനം ചെയ്യുമ്പോഴും ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അവർ ആദരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും നേരത്തെ
പറഞ്ഞു വെച്ചതുപോലെ ബഹുമാനിക്കാൻ നമുക്കും ബാധ്യതയുണ്ട്. ആ ബഹുമാനങ്ങളോടുകൂടെ പറയുന്നു, നിങ്ങൾ ഈ അതിക്രമ പ്രവർത്തനങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത്? ഈ അതിക്രമ പ്രവർത്തനങ്ങളെ ശ്രീരാം അംഗീകരിച്ചിട്ടുണ്ടോ? കൈകേയി രാജ്ഞിയുടെ ഉപജാപക പ്രവർത്തനത്തിന്റെ പേരിൽ ദശരഥ രാജാവിന്റെ മക്കളിൽ നിന്നും അധികാരം കൈയാളുവാൻ എല്ലാ അവസരവും ഉണ്ടായിരുന്ന ശ്രീരാമൻ ഭരണത്തിൽ നിന്നും ധ്വംസനായി പുറത്താക്കപ്പെട്ട് ദശരഥ രാജാവിന്റെ ഇളയമകനാകുന്ന ഭരത രാജാവിലേക്ക് ഭരണമേൽപ്പിക്കാൻ പോയപ്പോ കൈകേയി പറഞ്ഞു, ഇവിടെ ഭരതൻ ഭരണം നടത്തുമ്പോ ശ്രീരാമൻ ഉണ്ടായാൽ, ലക്ഷ്മണൻ ഉണ്ടായാൽ, ശ്രീരാമന്റെ സഹധർമ്മിണിയാകുന്ന സീതയുണ്ടായാൽ അദ്ദേഹത്തിന്റെ ഭരണം നടത്തുക സാധ്യമല്ല. അതുകൊണ്ട് അവരെ വനവാസത്തിനയക്കണം. 14 വർഷക്കാലഘട്ടം വനവാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ വന്നിട്ട് ശ്രീരാമനോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, അധികാരം നമുക്ക് സ്വന്തമാണ്. നമുക്കാണ് നീതിപരമായി അധികാരം കിട്ടേണ്ടത്. കൈകായി മാതാവിന്റെ ഉപജാപത്തിന്റെ പേരിൽ നമ്മിൽ നിന്നും അധികാരം തട്ടിത്തെറിപ്പിച്ച് ദശരഥ രാജാവിന്റെ ഭരതരാജാവ് എന്ന് പറയുന്ന ഭരതൻ എന്ന് പറയുന്ന കുമാരനിലേക്ക് ആ ഭരണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോ നമ്മുടെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ജനങ്ങളെല്ലാം നമ്മുടെ കൂടെയുണ്ട്, അയോധ്യ നമ്മോടൊപ്പമുണ്ട്, ഇന്ത്യ രാജ്യം മുഴുവനും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അധികാരത്തെ നമുക്ക് പിടിച്ചെടുക്കാം എന്ന് ശ്രീരാമനോട് ശ്രീലക്ഷ്മണൻ പറയുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ എന്താണ് പറയുന്നത്? മറുപടിയായി പ്രതിവചിക്കുന്നത്, ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരിക്കലും പാടില്ല. രഘുവംശത്തെ, സൂര്യവംശത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ അവമതിക്കാൻ പാടില്ല. നമ്മൾ അനുഭവിക്കുമ്പോ, നമ്മൾ രുചിക്കുമ്പോ വലിയ കയ്പും മുറുപ്പും പ്രയാസവും നമുക്ക് വലിയ മനപ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പിതാവിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുക എന്നത് രഘുവംശത്തിന്റെ, സൂര്യവംശത്തിന്റെ പാരമ്പര്യം ഇനിയുള്ള ചരിത്ര നാടുകളിൽ, വർത്തമാന കാലഘട്ടങ്ങളിൽ, ഭാവി കാലഘട്ടങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോ പിതാവിന്റെ താല്പര്യത്തിന്, ഹിതത്തിന് എതിരായി നിന്ന ഒരു മക്കളായി നമ്മുടെ രണ്ടുപേരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ആക്രമിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, അധികാരം പിടിച്ചടക്കാതെ വനവാസത്തിന് പോയ ശ്രീരാമൻ, എത്ര നിർമ്മലമാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. രാവണനെ വധിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ. രാവണനെ കൊന്നല്ലോ ശ്രീരാമൻ. ശ്രീരാമൻ കൊല്ലുമ്പോ രാവണൻ ആരാണ്? 10 തലകളുള്ള ആളാണ് രാവണൻ. 10 തല എന്ന് പറയുമ്പോ അതൊരു ഭീകരമായ രൂപമായി നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ. 10 തല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ കഴിവാണ്, അദ്ദേഹത്തിന്റെ വേദ പാണ്ഡിത്യമാണ്. അദ്ദേഹത്തിന്റെ 10 തലകളിൽ 4 നാവുകളെ കൊണ്ട് അദ്ദേഹം 4 വേദങ്ങളും പറയുന്ന ആളായിരുന്നു. 6 തലകളെ കൊണ്ട് 6 ശാസ്ത്രങ്ങളും പറയുന്ന ആളായിരുന്നു. ലോകത്തിലെ പ്രശസ്തരായ മുഴുവൻ നർത്തകിമാരോടൊപ്പം നൃത്തം ചെയ്യാനടിയുന്ന വലിയ നർത്തകനായിരുന്നു രാവണൻ. വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ് രാവണൻ. രാവണന്റെ അതിക്രമപരമായ പ്രവർത്തനം സീതയെ സ്വാർത്ഥപരമായി മോഹിച്ച് തട്ടിക്കൊണ്ടുപോയപ്പോ കൊലപ്പെടുത്താൻ വേണ്ടി രാമൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്, രാമൻ എപ്പോൾ ലക്ഷ്മണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലക്ഷ്മണ, രാവണനെ നമ്മൾ വധിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ പക്ഷേ വലിയ വിജ്ഞാനത്തിന്റെ നിറഭാണ്ഡമാണ് കേട്ടോ. 4 വേദങ്ങൾ അവനെ അറിയുന്നത് പോലെ, 6 ശാസ്ത്രങ്ങൾ അവൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ലോകത്തെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, അവരിൽ നിന്ന് മുഴുവൻ വിജ്ഞാനങ്ങളും നീ കരകതമാവുക. ആ വിജ്ഞാനത്തിന്റെ സ്രോതസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ലക്ഷ്മണൻ രാവണനെ ഗുരുനാഥനായി സ്വീകരിച്ചു. മുഴുവൻ വിജ്ഞാനങ്ങളും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു. അനന്തരം ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്റെ മുമ്പിൽ നീ നമസ്കരിക്കുക, അദ്ദേഹത്തെ വണങ്ങുക, അദ്ദേഹത്തെ ആദരിക്കുക. ആദരവിന്റെ പ്രവർത്തനവും പൂർത്തീകരിച്ച് മൗലികമായ ആദരവിന്റെയും മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മുഴുവൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാണ് വരശിച്ചക്കർഹമായ തെറ്റ് ചെയ്ത രാവണനെ പോലും ശ്രീരാമൻ കൊലപ്പെടുത്തിയത്. ഇത്രത്തോളം മഹത്തരമായ ഒരു സംസ്കാരം ലോകത്ത് പഠിപ്പിച്ച ശ്രീരാമന്റെ നാമധേയത്തിൽ പാവങ്ങളിൽ പാവങ്ങളാകെ മുസ്ലിങ്ങളെ കൊല്ലാൻ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനപ്പാടമിട്ട് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഹാഫിദ് ജുനൈദ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആ പൊന്നുമോൻ ജീവിക്കുന്ന മഹല്ലി ജമാഅത്തിൽ നടത്തുന്ന സന്ദർഭത്തിൽ ഡൽഹിയിലെ കൊണാട്ട് പ്ലാസയിൽ പോയി പുതുവസ്ത്രം വാങ്ങിച്ച് അവന്റെ പ്രിയപ്പെട്ട സഹോദരനോടൊപ്പം തിരിച്ചവന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആ പൊന്നുമോന്റെ ശരീരം കുത്തിക്കേറി കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ വിളിച്ച ജയ് ശ്രീരാം ഉണ്ടല്ലോ, അതാ ജയ് ശ്രീരാം എന്ന മഹത്തരമായ ആ നിങ്ങളുടെ മുദ്രാവാക്യത്തെ ഏറ്റവും അധികം മലിനവൽക്കരിച്ച ഒരു പ്രവർത്തനമാണ്. ഇത് പറയാതിരിക്കാനാവില്ല. ഇവരെന്താണ് ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഹൈന്ദവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. വ്യാസൻ മഹാഭാരതം മുഴുവനും എഴുതിയല്ലോ. വ്യാസൻ മഹാഭാരതം മുഴുവനും എഴുതിയപ്പോ ഒരാൾ വന്നിട്ട് വ്യാസനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വ്യാസമഹർഷി, നിങ്ങൾ മഹാഭാരതം ഇതിഹാസം മനോഹരമായി പൂർണ്ണമായി പൂർത്തീകരിച്ചല്ലോ, എന്നാൽ അതിന്റെ സംക്ഷിപ്തം നിങ്ങളൊന്ന് പറയാവോ? അപ്പൊ വ്യാസൻ പറഞ്ഞു, ശ്ലോകാർദ്ദേന പ്രവശ്യ. ഞാൻ പറയാമെന്ന് പറയുമ്പോ ഒരു സുദീർഘമായ ഒരു ശ്ലോകം ഞാൻ ചൊല്ലുന്നില്ല, ഒരർത്ഥ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ പറയാം. എന്താണ് പറയാനുള്ളത്? പരോപകർ പുണ്യ പപ്പൈ പ്രപ്പിദാനം. പരോപകർ പുണ്യ,
മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുക, ഉപകാരപ്രദമായി പെരുമാറുക, സ്നേഹത്തോടെ വർത്തിക്കുക എന്നത് മാത്രമാണ് മനുഷ്യരെ സംബന്ധിച്ച് ചെയ്യുവാനുള്ളത്. ഒരാളെ ദ്രോഹിച്ചാൽ, ഒരു ഹാഫിദിനെ കൊലപ്പെടുത്തിയാൽ, ഒരു പാവപ്പെട്ടവന്റെ കൈപ്പിന്നിലേക്ക് പിടിച്ചു കെട്ടി അവന്റെ ഗുദദ്വാരത്തിൽ മുളക് പിടിച്ചിരിക്കാൻ, പാവപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിനെ നിങ്ങൾ തല്ലിക്കൊല്ലുമ്പോൾ, ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട പണികിടാങ്ങളെ നിങ്ങൾ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഗർഭപാത്രത്തിൽ കിടക്കുന്ന പാവപ്പെട്ട മക്കളെ ശൂലത്തിൽ കുത്തിയെടുത്ത് നിങ്ങൾ സംഹാര നൃത്തമാടിയപ്പോ, ബോംബെയുടെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടങ്ങളെ കൊലപ്പെടുത്തിയപ്പോ, ബഹുമാനപ്പെട്ട ബാബർ ചക്രവർത്തി പണിത ബാബരി മസ്ജിദ് ഉണ്ടല്ലോ, അതിന്റെ താഴെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി പരമാധികാര നീതിപീഠം വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടും നിങ്ങൾ തകർത്ത് അവിടെ മറ്റൊരു നിലക്കുള്ള രൂപകൽപ്പനകൾ ചെയ്തപ്പോ, സത്യത്തിൽ നിങ്ങൾ വ്യാസമഹർഷി മഹാഭാരതത്തിന്റെ സംക്ഷിപ്തമായി ലോകത്ത് പ്രക്ഷേപണം ചെയ്ത മഹത്തരമായ ഒരു ആശയമുണ്ടല്ലോ, പരോപകർ പുണ്യ പപ്പൈ പർപ്പിദാനം എന്ന ആ മഹാഭാരതത്തിന്റെ സർവാശയങ്ങളുടെയും സംക്ഷിപ്തമുണ്ടല്ലോ, അതിന്റെ മയ്യത്ത് നിസ്കാരമാണ് നിങ്ങൾ നടത്തിയത്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന്റെ മയ്യത്ത് നിസ്കാരമാണ് നിങ്ങൾ നടത്തിയത്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വാക്ക് ഉപസംഹാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. താൽക്കാലികമായി സമയബന്ധിതമായി തീർക്കുക എന്നതാണ് ഏറ്റവും മാന്യമായ സമീപനം. അതെനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം ഒരു പ്രത്യേകമായ മുൻപിൽ എത്തി നിൽക്കുന്നു. 10 വർഷ കാലഘട്ടത്തിലെ ഭരണത്തിന് ശേഷം മൂന്നാമൊരു ടൈമിലേക്ക് കടക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ നരേന്ദ്രനായി മാറണമെന്നാണ്. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ നരേന്ദ്രനായി മാറണമെന്നാണ്. ഏത് നരേന്ദ്രൻ? ഇന്ത്യ രാജ്യത്ത് ജീവിച്ച നരേന്ദ്രൻ, ചിക്കാഗോയിൽ ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ നരേന്ദ്രൻ, അവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ നരേന്ദ്രന്റെ വേഷം കണ്ടുകൊണ്ട് കൂക്കി പിടിച്ചപ്പോ, കഷായ വസ്ത്രം ധരിച്ച്, നമ്മളെ പോലെ തലപ്പാവ് ധരിച്ച് അവിടെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി, ആ മതസമ്മേളനത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ അവിടെ കൂക്കി പിടിച്ച ആളുകളെ ആദ്യത്തെ കമന്റ് കൊണ്ട് തന്നെ പരാജയപ്പെടുത്തിയ നരേന്ദ്രൻ. അതെ, നിങ്ങളുടെ രാജ്യം പോലെയല്ല എന്റെ രാജ്യം, അമേരിക്ക പോലെയല്ല എന്റെ രാജ്യം. എന്റെ രാജ്യത്ത് നാനാജാതി മതസ്ഥരുണ്ട്, പല വ്യത്യസ്തങ്ങളായ ജാതികളുണ്ട്, പല വർഗങ്ങളിലും വർണ്ണങ്ങളിലും പെട്ടവരുണ്ട്. പക്ഷെ എല്ലാവരും ദൈവത്തെ കണ്ടെത്തുക എന്ന പരിശ്രമത്തിൽ വ്യാപൃതരായവരാണ്. അനവധി പുഴകളാണ്. ആ പുഴകൾ ഒരുമിച്ച് അല്ലാഹുവിലേക്ക്, അഥവാ ദൈവത്തിലേക്ക്, സർവേശ്വരനിലേക്ക്, ജഗദീശ്വരനിലേക്ക് എത്തിച്ചെല്ലുക എന്ന ആ സമുദ്രത്തെ പ്രാപിക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങളാണത്. അവിടെ സംവാദങ്ങൾ നടക്കട്ടെ. എല്ലാം ഒരുപക്ഷെ ശരിയായി കൊള്ളണമെന്നില്ല. ആ സംവാദങ്ങളിലൂടെ ശരികളെ കണ്ടെത്താൻ എന്റെ രാജ്യക്കാർക്കും ലോകത്തിനും സാധിക്കട്ടെ എന്നാണ് എനിക്ക് സന്ദേശിക്കുവാനുള്ളത് എന്ന് പറഞ്ഞ ആ നരേന്ദ്രനുണ്ടല്ലോ, അദ്ദേഹമാണ് പിൽക്കാലത്ത് അറിയപ്പെട്ട സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിന്റെ പേരാണ് നരേന്ദ്രൻ. ആദരണീയരായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഗുഹാമുഖത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ആളുകളെ പറ്റിച്ചിട്ട് കാര്യമില്ല, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചിട്ട് കാര്യമില്ല, പാവങ്ങളെ ദ്രോഹിച്ചത് കൊണ്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പോലും ചോദ്യചിഹ്നമാകുന്നു എന്ന് പറയുമ്പോ, ഒരു ക്രിക്കറ്റ് കളി നടക്കുമ്പോ, ഒരു ഫുട്ബോൾ കളി നടക്കുമ്പോ റഫറി പക്ഷം ചേർന്നാൽ, അമ്പയർ പക്ഷം ചേർന്നാൽ പിന്നെ ആ കളിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അധികാര സോപാനങ്ങളിൽ അള്ളിപ്പിടിക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നും നിങ്ങൾ വഴിമാറി ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ മഹിതമായ സംസ്കാരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം ഉൾക്കൊണ്ട്, വർത്തമാനം ഉൾക്കൊണ്ട്, ഭാവി ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തോടെ ഈ രാജ്യം പോയില്ല എങ്കിൽ രാജ്യമേ തകർന്നു പോകുമേ. വളരെ വിനീതമായി പറയുന്നു, ഇതെന്റെ വാക്കല്ല. ബാബാ സാഹിബ് അംബേദ്കർ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, മൈനോറിറ്റികൾക്ക് പല അവകാശങ്ങളും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു, കൊടുക്കണം, അവിടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കണം. അവർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നേതൃത്വത്തിൽ അവർ സുരക്ഷിതരായിരിക്കണം. അവർ ആക്രമിക്കപ്പെട്ടാൽ, അവർ പീഡിപ്പിക്കപ്പെട്ടാൽ, അവർ ആക്രമിക്കപ്പെടുന്നത് അവർ മാത്രമല്ല, രാജ്യത്തിന്റെ ആത്മീയമായ കാമ്പ്, രാജ്യം എന്ന് പറയുന്ന സോൾ, ആത്മാവ്, അതാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടായിക്കൂടാകുന്ന രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിച്ചത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പിയാകുന്ന ബാബാ സാഹിബ് അംബേദ്കർ ആണ്. അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക്, നല്ല വർത്തമാനങ്ങളിലേക്ക്, നല്ല ഭാവിയിലേക്ക് കടന്നു പോകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി എല്ലാ മതക്കാരും, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരും, ജനാധിപത്യ പോരാളികളും തേരാളികളും കൈകോർത്തു പിടിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ, മുഅല്ലിം ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, ഉമറാക്കളുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നേറാൻ നമുക്കെല്ലാവർക്കും
സംസാരിക്കണം, ആവശ്യകമായി നമ്മൾ പഠിക്കണം, പ്രബോധനം ചെയ്യണം, ലോകത്തോട് സന്ദേശിക്കണം എന്ന് മാത്രം തെറ്റിപ്പെടുത്തി സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ സായാഹ്നത്തിൽ നിങ്ങളിലേക്ക് പകരേണ്ടുന്ന എളിയ സന്ദേശം ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും മരിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും ആർജവത്തിന്റെ ആർജവം പറയുന്ന വാക്ക് പറഞ്ഞ ആളെ കൊണ്ടല്ല, ആശയപരമായി ഏറ്റവും സുപ്രധാനമായ ആശയം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ചെറിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു കലാമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.